അല്ലാഹുവേ, മുഹീദി മസ്ജിദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കാർക്കും നീ അത്തരമൊരു സാഹചര്യം തരല്ലേ അല്ലാ. സ്വന്തം നാട്ടിലും സ്വന്തം മഹല്ലിലും കൈനീട്ടിയിട്ട് സാമ്പത്തികത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേട്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഗതിയില്ലാതെ അലയുന്നൊരവസ്ഥ ഒരിക്കലും നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മരുന്നുകൾക്കൊക്കെ തീതുപ്പുന്ന വിലയാണ്. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സ്നേഹസാഗരത്തിൽ തന്നെ 10-70ഓളം ആളുകൾക്ക് നിരന്തരം അസുഖം വരുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം 2-3 പ്രാവശ്യം ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയി ഓടി വരുമ്പോൾ ചെറിയ അസുഖങ്ങളാണ്, അതിനുപോലും ഭാരിച്ച തുകയാണ് ഹോസ്പിറ്റലിൽ നമുക്കാകുന്നത്. അപ്പം അതുകൊണ്ട് അസുഖം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പടച്ചവൻ നമുക്ക് പ്രതിസന്ധി തരുന്ന തരത്തിലേക്ക് അസുഖം തരാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരാവശ്യം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ നിരാശയോടെ മടക്കരുത്. അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാകും. നിരാശയോടെ മടക്കരുത്. ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാണ്. നല്ല വസ്ത്രം ധരിക്കാത്ത, നല്ല ഭക്ഷണം കഴിക്കാത്ത, നല്ല വരിപ്പിൽ കിടന്നുറങ്ങാത്ത, നല്ല കൊട്ടാരത്തിൻ്റെ സുഖമറിയാത്ത, നല്ല ജീവിതത്തിൻ്റെ രസമറിയാത്ത, ആഡംബര ജീവിതത്തിൻ്റെ ആനന്ദമറിയാത്ത ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു പ്രവാചക അനുരാഗത്തിന്റെ മൂർധന്യതയിൽ വീണുപോയ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഹൃദയം പകർന്നു കൊടുത്ത, ലോക ചരിത്രത്തിൽ അത്രമേൽ പ്രണയമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വിധത്തിലുള്ള സ്നേഹക്കട്ടയായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സംഭവമുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം, മുത്ത റസൂല് വഫാത്തായതിനു ശേഷം ഒരു മുസാഫിറായിട്ടുള്ള യാത്രയായിരുന്നു. മദീന കാണാൻ കഴിയാത്ത, ആരംഭപ്പൂവിനെ കാണാൻ കഴിയാത്ത, അനുരാഗിയുടെ വിലാപത്തിന്റെ യാത്ര, മുള്ളു കുത്തുകയറുന്ന പോലെ നെഞ്ചിന്റെ അകത്ത് വേദന പേറുന്ന യാത്ര. ആ യാത്രയിൽ ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും രാത്രി പടച്ചവനോട് പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ മമ്മാത ജൂഅൻ ഫലാ തുആഖിദ്നി. വിശന്നുകൊണ്ട് ആരെങ്കിലും ഇന്ന് മരണപ്പെട്ടാൽ എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. ആരെങ്കിലും ഇന്ന് വിശന്നു മരിച്ചാൽ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്. കാരണം ഞാനും വിശന്നിരിക്കാണ്, കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞാൻ നിന്നോട് ഉറപ്പ് വരുത്തുകയാണ്. എന്തൊരർത്ഥമുള്ള വാക്കാണ്. ഫലസ്തീനിൽ പോലും തൊണ്ടയിൽ വെള്ളം ഇറ്റ് വീഴാതെ വറ്റി വരണ്ട് 1000-ലധികം കുഞ്ഞുമക്കൾ മരിച്ചു വീണപ്പെടും. നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷത്തിന് കുറവ് വരുത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ പോലും വായിച്ചിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞില്ലായിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ ഇതൊക്കെ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ.